ഒരു മനുഷ്യന് കഴിവുകൾ ഉണ്ടായിട്ടും അവസരങ്ങൾ ഇല്ലാതെ സ്വന്തം കഴിവ് തെളിയിക്കാൻ കഴിയാതെ പോകുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരവസ്ഥയിൽ. അവന്റെ കഴിവുകൾക്കപ്പുറം അവന്റെ ജന്മമോ പാരമ്പര്യമോ അളവുകോലാക്കി അവനെ അവസരങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? ആ തരത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ഇതിഹാസ കഥാപാത്രമാണ് കർണൻ. കർണന്റെ ജന്മരഹസ്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. കർണൻ സൂതപുത്രനായി വളർത്തപ്പെട്ടതും നമുക്കറിയാവുന്നതാണ്. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും സ്വന്തം കഴിവ് പ്രകടിപ്പിച്ച് ഒന്നാമതെത്താൻ കർണൻ അക്ഷീണം പ്രയത്നിച്ചിട്ടും കർണൻ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതും വാസ്തവമാണ്. ഒടുവിൽ സുയോധനൻ സമൂഹം കർണന് നിഷേധിച്ചതെല്ലാം നൽകി അംഗരാജാവ് എന്ന സ്ഥാനവും നൽകി സ്വന്തം സുഹൃത്തായി ചേർത്ത് പിടിച്ചതോടു കൂടിയാണ് കർണന് ഒരളവിലെങ്കിലും അവസരങ്ങൾ പിന്നെ ലഭിക്കാൻ തുടങ്ങിയത്. സ്വന്തം ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളിൽ ഒന്ന് തരണം ചെയ്യുവാൻ തന്നെ സഹായിച്ച സുഹൃത്തായ സുയോധനനെ സഹോദര തുല്യനായി കണ്ട് കർണൻ സ്നേഹിക്കാൻ തുടങ്ങുകയും സുയോധനന്റെ ചെയ്തികൾക്ക് ഒപ്പം കർണൻ നിൽക്കുകയും ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. കിട്ടിയ അവസരങ്ങളെല്ലാം പിന്നെ കർണൻ നന്നായിട്ട് തന്നെ വിനിയോഗിക്കുകയും അതെല്ലാം സുയോധനന് ഗുണകരമാവുകയും ഒക്കെ ചെയ്തതും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ കർണൻ വില്ലനാണോ നായകനാണോ ഇരയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് കർണന്റെ ജീവിതം അവസാനിച്ചു പോകുന്നത്. ഇന്നത്തെ സമൂഹത്തിലും ധാരാളം കർണന്മാരുണ്ട്. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് അവസരങ്ങളുടെ വാതിലുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കർണന്മാരുണ്ട്. സമൂഹം ചിലരുടെ മുന്നിൽ വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നു വെക്കും. എന്നാൽ സമൂഹം ചിലരുടെ മുന്നിൽ അതേ വാതിലുകൾ അടച്ചു പൂട്ടിയും വെക്കും. അതിനൊക്കെയുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ നിറമോ അവര് വരുന്ന ഇടമോ അല്ലെങ്കിൽ അവരുടെ ജന്മമോ ഒക്കെയായിരിക്കും. ആ തരത്തിൽ അവസരം നിഷേധിക്കപ്പെട്ടവർ പിന്നെ വന്ന് കയറുന്നത് ചിലപ്പോൾ തെറ്റായ മാർഗത്തിലൂടെ തെറ്റായ രീതികളിലൂടെ ഒക്കെ ആയിരിക്കാം. നമ്മുടെ രാഷ്ട്രീയവും നമ്മൾ കാണുന്നതാണ്. ഒരുപാട് കഴിവുള്ള നല്ല പ്രവർത്തന മികവുള്ള ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേർ രാഷ്ട്രീയത്തിലുണ്ട്. എന്നാൽ അവരിൽ ഭൂരിഭാഗം പേർക്കും അവസരം കിട്ടാതിരിക്കുകയും പിൻവാതിൽ വഴി ചിലരൊക്കെ കയറി വരികയും സമൂഹത്തിൽ അവരെത്ര കൊള്ളരുതാത്ത ആൾക്കാരായി മാറിയാൽ പോലും അവർക്ക് പിന്നിൽ നിൽക്കാൻ ആളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിഹാസം നമുക്ക് മുന്നോട്ട് വെച്ചു തന്ന കർണൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് മനുഷ്യരുടെ ജീവിതം അളക്കേണ്ട ഒരു അളവുകോലാണ് എന്നുള്ളതാണ് സത്യം. കഥ പഴയതാണ്, ചോദ്യം പുതിയതാണ്.